നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പല തവണ അലാം വെക്കുന്നവരുണ്ട്. രാവിലെ 6 മണിക്ക് ഉണരാനായിട്ട് 5 മണി മുതൽ അലാം വയ്ക്കും. 5 മണി, 5:10 അല്ലെങ്കിൽ 5:15, 5:20, 5:30 ഒരു മുൻകരുതലിന് 6:05 അലാം സെറ്റ് ചെയ്ത് വെക്കുന്നവരുണ്ട്. ഓരോ തവണ അലാം മുഴങ്ങുമ്പോഴും ഓഫ് ചെയ്ത് വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ഇടയ്ക്കിടെ ഇത്തരത്തിൽ ഉറക്കം തടസ്സപ്പെടുത്തുന്നത് ശരീരത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രധാനമാണ്. സ്ലീപ്പ് സൈക്കിളിൻ്റെ അവസാന ഘട്ടമാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്, REM സ്ലീപ്പ്. ഓർമ്മകൾ ക്രമീകരിക്കുന്നതിനും നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഒരു ടൈം വളരെ പ്രധാനമാണ്. ഈ ഒരു REM സ്ലീപ്പ് ആവശ്യമാണ്. ഉറക്കത്തിൻ്റെ ഈ ഘട്ടം തടസ്സപ്പെടുത്തുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. എല്ലാ ദിവസവും രാവിലെ ഒന്നിലധികം അലാം കേട്ട് ഇടയ്ക്കിടെ ഉണരുന്നത് നമ്മുടെ അവസാന ഘട്ട ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ഇത് ഉറക്കച്ചടവ്, ക്ഷീണം, മൂഡ് വേരിയേഷൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടാതെ ഇത് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു. ഓരോ തവണ അലാം അടിക്കുമ്പോഴും ശരീരം ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണത്തിലേക്ക് പോകും. ഇത് ശരീരത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. കാലക്രമേണ മൂഡ് വേരിയേഷൻസ് കൂടുകയും ഹൃദയാരോഗ്യം മോശമാവാനുള്ള ചാൻസും കൂടുതലുണ്ട്. മാത്രമല്ല, കോർട്ടിസോൾ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അമിതവണ്ണത്തിന് ഇത് കാരണമാവാറുണ്ട്. സ്ഥിരമായിട്ട് ഇതുപോലുള്ള ഉറക്കതടസ്സം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാം. അമിതഭാരം, ആങ്സൈറ്റി, വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്കൊക്കെ തള്ളിവിടാം. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ അലാം സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരു തവണ മാത്രം അലാം സെറ്റ് ചെയ്ത് അതൊരു ശീലമാക്കുക. അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണരാനായിട്ട് ശ്രമിക്കുക. 1 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറക്കം തടസ്സപ്പെടുത്തുന്നത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറയും. മെച്ചപ്പെട്ട ഉറക്കം ലഭിക്കാനായിട്ട് എന്നും ഒരേ സമയം ഉറങ്ങാനും ഒരേ സമയം ഉണരാനും ശ്രദ്ധിക്കുക. രാത്രിയിൽ നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക. മൊബൈൽ, TV, ലാപ്ടോപ്പ് ഇവയുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. ഉറക്കം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മുറിയിൽ ബ്രൈറ്റ് ലൈറ്റ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് അമിതമായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യാതിരിക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. എപ്പോഴും ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.